ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു PSC ചാനൽ മാത്രമല്ല, ഇതിൽ 11 ഡേ ഇൻ ലൈഫുണ്ട്, ഡിവോഷണൽ കാര്യങ്ങളുണ്ട്. ഞാനൊരു PSC ഉദ്യോഗാർത്ഥികളാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വിവരാവകാശ നിയമം നമുക്ക് പഠിക്കാം. വിവരാവകാശ നിയമം ലോകത്തിലെ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ലോകത്തിലെ ആണെങ്കിൽ സ്വീഡനാണ്. പിന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് അസിസ്റ്റന്റ് ഓഫീസർക്കാണ്. ആർക്കാണ് വിവരം നമ്മൾ നൽകേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഇനി നമ്മൾ തെറ്റിക്കുന്ന ഒരു ഇതാണ് വിവരാവകാശ നിയമം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ അത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അത് മാറിപ്പോയത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇനി സമയപരിധിക്കുള്ളിൽ ശരിയായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ. പരമാവധി പിഴ 25,000 രൂപയാണ്. അപ്പം സമയപരിധിക്കുള്ളിൽ ശരിയായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസം 250 രൂപയാണ്. അത് പരമാവധി എത്ര ആവും? 25,000 രൂപ വരെ ആവാം. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? BPL അറിയാലോ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടാത്തത് ഏത് വിഭാഗത്തിനാണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക്. ഇനി കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടെ നൽകാവുന്നതാണ്. പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? പ്രസിദ്ധ ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത്? നമ്മൾ മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് അപേക്ഷ നൽകേണ്ടത്. ഇനി കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ അരുണാചൽ പ്രദേശാണ്. ഇനി ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ കൃത്യമായി വിവരം നൽകാത്തതിൽ വീഴ്ച വരുത്തി ജാമ്യമില്ലാ രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ടെലിഫോണിലൂടെ നമുക്ക് ഉത്തരം നൽകുന്ന ഏതാണ്? ഉത്തർപ്രദേശാണ്. അങ്ങനെ കണക്ട് ചെയ്യണം. ഇനി അടുത്തത്, നമ്മുടെ ജനാധിപത്യത്തിന് സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിവരാവകാശ നിയമമാണ്. അപ്പം നമ്മുടെ ജനാധിപത്യത്തിന് സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമത്തെയാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനെയാണ് രണ്ടാമത് അപ്പീൽ നൽകേണ്ടത്. നമ്മളപ്പോൾ ആദ്യം അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? നമ്മുടെ പ്രസിദ്ധ ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. അത് എത്ര ദിവസമാണ്? മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർക്കോ ആണ്. അത് എത്ര ദിവസത്തിനുള്ളിലാണ്? രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. അപ്പം ആദ്യത്തെ അപ്പീൽ നമുക്ക് മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ, രണ്ടാമത്തത് 90 ദിവസത്തിനുള്ളിൽ. അത് ആർക്കൊക്കെയാണ്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർക്കാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അല്ലാതെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. അത് മറക്കരുത്. ഇനി വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. എത്രയാണ്? അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. പിന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലർ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, പിന്നെ പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃകകൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത ചില വിവരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. കോടതിയുടെ പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത ചില വിവരങ്ങളുണ്ടല്ലോ. അത് എന്തൊക്കെയാണ്? രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ളവ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായവ. ഓക്കെ. ഇനി സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾ ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സേവനാവകാശ നിയമം എന്താണ്? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1. സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2012 നവംബർ 1. സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, MKSS. എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയിയുടെ നേതൃത്വത്തിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിച്ചത്. എവിടെയാണ്? രാജസ്ഥാനിൽ. അപ്പം വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. അത് അരുണ റോയിയുടെ നേതൃത്വത്തിലാണ്. അതെവിടെ വെച്ചാണ്? അതിൻ്റെ ഇത് രാജസ്ഥാനിലാണ്. ഇത് സ്ഥാപിക്കപ്പെട്ട രാജസ്ഥാനിലാണ്. അരുണ റോയിയുടെ നേതൃത്വത്തിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അതെന്താണ്? വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന പ്രേരക ശക്തിയായ സംഘടനയാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത്, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസത്തിനുള്ളിൽ. അപ്പം വിവരാവകാശ നിയമം നമുക്ക് അപേക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണം? 30 ദിവസത്തിനുള്ളിൽ. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അത് നമുക്ക് 35 ദിവസത്തിനുള്ളിൽ കിട്ടണം.
അപ്പോൾ നമ്മൾ ആദ്യം പബ്ലിക് സർവീസ് കമ്മീഷണർക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കും 30 ദിവസത്തിനുള്ളിൽ. നമ്മൾ അസിസ്റ്റൻറ്റ് പബ്ലിക് സർവീസിനാണെങ്കിൽ ഒരു 5 ദിവസം കൂടി കൂടുതൽ എടുക്കും മറുപടി കിട്ടാൻ. അതാണ് 35 ദിവസം. ഇനി ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം നൽകണം. പിന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് അപേക്ഷ ഫീസ് 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നത് അപേക്ഷ ഫീസ് 10 രൂപയാണ്. അത് ഫീസ് നമുക്ക് കൊടുക്കേണ്ടാത്തത് ആർക്കാണ്? അപേക്ഷ ഫീസ് നൽകേണ്ടാത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്. പിന്നെ വിവിധ ഫീസുകൾ. A4 A3 പേജിൽ വിവരം ലഭിക്കാനാണെങ്കിൽ പേജ് 1-ന് 2 രൂപയാണ്. A4 A3 പേജിലാണ് വിവരം നൽകേണ്ടതെങ്കിൽ പേജ് 1-ന് 2 രൂപയാണ്. വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ ചിലവാകുന്ന തുകയാണ്. നമുക്ക് ചിലവാകുന്ന തുകയാണ്. ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയുടെ വിവരത്തിലാണ് ഡിസ്ക് 1-ന് 50 രൂപയാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിഷ്കൃത രൂപം പാസ്സാക്കിയത് 2011 ഫെബ്രുവരിയിലാണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2ആണ്. ഇനി അടുത്ത കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവനാണ്, ന്യൂഡൽഹി. മുമ്പ് ഏതാണ്? അഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയിലാണ്. അഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു മുമ്പ്, ഇപ്പം CIC ഭവനാണ്, ന്യൂഡൽഹി. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്താണ്? കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി തുടങ്ങിയ 3 അംഗ സമിതിയാണ്. മുഖ്യമന്ത്രി വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും കമ്മീഷണറെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റ് മുമ്പാകെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും കമ്മീഷണേഴ്സും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ പ്രസിഡന്റ് മുമ്പാകെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരെയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റ് മുമ്പിലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിന് മുമ്പിലാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ആരുടെ ഉപദേശപ്രകാരം? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നിവയാണ്. പിന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. അപ്പം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന ആരാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലി പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങി 3 അംഗ സംഘമാണ്. നമ്മൾ കേന്ദ്ര വിവരാവകാശ ഇതിൽ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന 3 ക്യാബിനറ്റ് മന്ത്രിമാരും പിന്നെ പ്രതിപക്ഷ നേതാവുമാണ്. ഓക്കെ. അപ്പം സംസ്ഥാന മുഖ്യാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഇവിടെ സംസ്ഥാനത്താരാണ്? ഗവർണറാണ്. ഗവർണർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ നൽകുന്നത്. ഗവർണർക്കാണ് നമ്മൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും കമ്മീഷനും രാജിക്കത്ത് നൽകുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ് മുമ്പിൽ, സംസ്ഥാനത്താണെങ്കിൽ ഗവർണറുടെ മുമ്പിലാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ആരുടെ ഉപദേശപ്രകാരം? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്ന ആരുടെ? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് ആണ്. നമുക്കിത് നോക്കാം. കേരളത്തിൽ ആദ്യ വിവരാവകാശ നിയമം പാസ്സാക്കിയ സ്വീഡനിലാണ്. ഇന്ത്യയിൽ പാസ്സാക്കിയത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് 1997. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ആർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. ഇനി തെറ്റിപ്പോകാത്ത വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 അത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 10. സമയപരിധിക്കുള്ളിൽ നമുക്ക് വിവരം ലഭിച്ചില്ലെങ്കിൽ ഫീസ് ഓഫീസർക്ക് ഇടയാക്കുന്ന പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ, അത് പരമാവധി 25,000 രൂപയാവും. പിന്നെ അപേക്ഷ ഫീസ് നൽകേണ്ടത് BPL കാർഡുകാർക്കാണ്. പിന്നെ പബ്ലിക് ഓഫീസർ തീരുമാനത്തിനെതിരായി അപ്പീൽ പബ്ലിക് ഓഫീസറുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഓഫീസർക്കായിരിക്കും. എപ്പോഴാണ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധിക്കുള്ളിൽ 30 ദിവസത്തിനുള്ളിലാണ്. അത് രണ്ടാമത്തെ അപ്പീലാണെങ്കിലോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർക്കോ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർക്കോ 90 ദിവസത്തിനുള്ളിൽ നൽകണം. പിന്നെ നമ്മൾ കൃത്യമായി വിവരം നൽകുന്ന വീഴ്ച വരുത്തി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ജാമ്യമില്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഫോണിലൂടെ വിവരാവകാശ നിയമം അറിയാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലുമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന ഏതാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്.
കൃത്യമായി ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്നത് സേവനാവകാശ നിയമമാണ്. നിലവിൽ വന്ന 2012 നവംബർ 1 വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ഇന്ത്യയിൽ ആദ്യ വിവരാവകാശ അപേക്ഷ നൽകിയതാണ് ഷാഹിദ് റാസ ബർണയാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിഷ്കൃത രൂപം 2011 ഫെബ്രുവരിയിലാണ്. വിവരാവകാശ നിയമത്തിന്റെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 പിന്നെ കേന്ദ്ര വിവരാവകാശ നിയമം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം CIC ഭവനാണ്. മുൻപ് അഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു ന്യൂഡൽഹി. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർ അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇവരെ തെരഞ്ഞെടുക്കുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സംഘമാണ്. മുഖ്യമന്ത്രിയുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അവരുടെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് മുമ്പാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ്. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 അതിലും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. അവരെ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അടങ്ങുന്നതാണ്. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പിലാണ്? ഗവർണർക്കാണ്. ഈ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്ന ഗവർണറാണ്. ആരുടെ ശുപാർശ പ്രകാരം? സുപ്രീം കോടതി ശുപാർശ പ്രകാരം. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ആരാണ്? പാലാട്ട് മോഹൻ.